ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെജ് സാലഡാണ്. ഇത് ഫുൾ മീലാണ്, അതായത് നമുക്കിത് ഒരു നേരത്തെ ഭക്ഷണമായി കഴിക്കാവുന്ന ഒരു ഹെൽത്തി സാലഡാണ്. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് അധികം വെജിറ്റബിൾസൊക്കെ വേണം. നമുക്കിനി നോൺ വെജ് സാലഡായി കഴിക്കാനാണ് ഇഷ്ടമെങ്കിൽ നമുക്കിതിൽ ചിക്കനോ ചേർക്കാം, അല്ലെങ്കിൽ എഗ് സാലഡ് ആണെങ്കിൽ മുട്ട ചേർക്കാം. അപ്പോൾ അത് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ അതെല്ലാം റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്ന് മിക്സ് ചെയ്യണ ജോലി മാത്രമേ ഉള്ളൂ നമ്മുടെ ഈ സാലഡ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു വലിയ സവോള അരിഞ്ഞു വെക്കണം. പിന്നെ നമുക്ക് വേണ്ടത് ലെറ്റ്യൂസ് ലീഫാണ്, അതും നമുക്ക് അരിഞ്ഞു വെക്കണം. പിന്നെ തക്കാളി, ഒരു ക്യാരറ്റ്, മല്ലിയില, പിന്നെ അനാറ്. പിന്നെ ഇത് നമ്മളൊരു കോണാണ്, സ്വീറ്റ് കോണാണ്, നമ്മളത് ഉപ്പിട്ട് വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. പിന്നെ നമുക്ക് പൊരി, നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് കുറച്ചധികമോ അല്ലെങ്കിൽ വളരെ കുറച്ചോ ചേർക്കാം. ഇത് സേവാണ്, ഇത് ഇല്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഇത് കുറച്ചിങ്ങനെ ടേസ്റ്റ് നമുക്ക് കൂട്ടും. പിന്നെ ഒരു വലിയ ചെറുനാരങ്ങയുടെ ജ്യൂസാണ്, ചെറുതാണെങ്കിൽ 2 എണ്ണം എടുക്കുക. പിന്നെ ഒരു ഗ്ലേസിങ്ങിന് വേണ്ടി മാത്രം, ഒരു ചെറിയ ഫ്ലേവറിന് വേണ്ടി നമ്മൾ കുറച്ച് എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഉപ്പും കുരുമുളക് പൊടിയും പിന്നെ ചില്ലി ഫ്ലേക്സും, അതെല്ലാം കൂടിയാണ് നമുക്കിതിൽ മിക്സ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ബൗളെടുത്തിട്ട് നമ്മൾ ഇപ്പോൾ തന്നെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് മിക്സ് ചെയ്ത് വെക്കാം. അതല്ല നമ്മളിപ്പോൾ മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ടേ കഴിക്കുന്നുള്ളൂവെങ്കിൽ ഇതിലത്തെ എല്ലാ കാര്യങ്ങളും ഇതിലേക്ക് ഈ സമയത്ത് മിക്സ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ആദ്യം നമുക്ക് വേണമെങ്കിൽ നമ്മൾ ഈ വെജിറ്റബിൾസ് ഉണ്ടല്ലോ, അത് നമുക്ക് ആദ്യം മിക്സ് ചെയ്ത് വെക്കാം. അതായത് ഒരു വലിയ സവാള, ഒരു ചെറിയ തക്കാളി, ഒരു വലിയ ക്യാരറ്റ്, പിന്നെ ഒരു മാതളത്തിൻ്റെ പകുതി, വളരെ കുറച്ച് മല്ലിയില, ഇതിൽ വേണമെങ്കിൽ സ്പ്രിംഗ് ഓനിയനൊക്കെ ചേർക്കാം കേട്ടോ, പക്ഷേ ഞാൻ ചേർത്തിട്ടില്ല. പിന്നെ അതുപോലെ നമ്മളെ കുരുമുളക് പൊടി, പിന്നെ ഉപ്പ്, ചില്ലി ഫ്ലേക്സും, അതുപോലെ നമ്മൾ വേവിച്ച സ്വീറ്റ് കോൺ, അതെല്ലാം നമുക്ക് ആദ്യം മിക്സ് ചെയ്ത് വെക്കാം. അത് നമ്മൾ പിന്നീടാണ് കഴിക്കുന്നതെങ്കിൽ. പക്ഷേ ഇപ്പം നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പൊരിയും പിന്നെ അതുപോലെ സേവൊക്കെ നമുക്ക് ഈ സമയത്ത് ചേർക്കാം. പക്ഷെ അല്ലെങ്കിൽ നമ്മൾ എപ്പോഴാണോ കഴിക്കുന്നത് ആ സമയത്ത് മാത്രമേ ഇത് ചേർക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അതിൻ്റെ ക്രിസ്പ് പോയിട്ട് അതിങ്ങനെ സോഫ്റ്റ് ആവും. അപ്പോൾ അത് സോഫ്റ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ സാലഡ് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് അത് മാത്രം നമ്മൾ എപ്പോഴാണോ കഴിക്കുന്നത് ആ സമയത്ത് മാത്രം മിക്സ് ചെയ്ത് കഴിക്കുക, ബാക്കിയെല്ലാം മിക്സ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ അതെല്ലാതും കൂടിയിട്ട് അതിൻ്റെയൊക്കെ ഫ്ലേവറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുത്ത് അത് നല്ല രുചിയായിട്ടിരിക്കും. പിന്നെ നമ്മുടെ പൊരിയും സേവും മാത്രം നമ്മൾ അവസാനം ചേർക്കുക, കഴിക്കുന്ന സമയത്ത് ചേർക്കുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ ഒലിവ് ഓയിൽ ഇഷ്ടമില്ലാത്തവർക്ക് ഏതെങ്കിലും തരം റിഫൈൻഡ് ഓയിൽ, വെജിറ്റബിൾ ഓയിൽ അങ്ങനെ എന്തെങ്കിലും ചേർക്കാം. പക്ഷേ ഒലിവ് ഓയിലാണ് ശരിക്കും പറഞ്ഞെങ്കിൽ ഈ സാലഡിന് ഹെൽത്തി ആയിട്ടുള്ളതും ടേസ്റ്റ് ആയിട്ടുള്ളതും. നിങ്ങൾ വളരെ കുറച്ച് ചേർത്താൽ മതി, അല്ലെങ്കിൽ കുറച്ച് ഫ്ലേവർ കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കുറച്ച് കൂടുതൽ ചേർക്കാം. ഞാൻ ഇപ്പോൾ വളരെ കുറച്ച് ചേർത്തിട്ടുള്ളൂ, പക്ഷേ ചേർക്കണം, ഏതെങ്കിലും ഒരു ഓയിൽ നിങ്ങൾ ചേർക്കണം. അങ്ങനെ എല്ലാം കൂടി മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ സാലഡ് റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി നിങ്ങൾക്ക് വെജ് വേണ്ട, നോൺ വെജ് മതിയെങ്കിൽ വെറുതെ ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ച ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ എഗ് സാലഡ് ആണെങ്കിൽ മുട്ട പുഴുങ്ങിയിട്ട് വെള്ള, മഞ്ഞ വേണ്ട, മഞ്ഞ ടേസ്റ്റ് മാറ്റും, വെള്ള അരിഞ്ഞിട്ടും നമുക്ക്